രാജ്യത്തെ CPM-ന്റെ ഏറ്റവും വലിയ ഒരു ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിന് തയ്യാറാവുകയാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ AKGയുടെ സ്റ്റെൻസിൽ ആർട്ടാണ്. രാജ്യത്ത് തന്നെ AKGയുടെ ഏറ്റവും വലിയ ഒരു സ്റ്റെൻസിൽ ആർട്ടാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇത് തയ്യാറാക്കിയത് പ്രശസ്ത ശില്പിയും ചിത്രകാരനും ഒക്കെ ആയിട്ടുള്ള ഉണ്ണിക്കാനായും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 10-30 കലാകാരന്മാരൊക്കെ ചേർന്നാണ്. എന്തായാലും വലിയൊരു പ്രത്യേകതയുള്ള, അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു AKGയുടെ സ്റ്റെൻസിൽ ആർട്ടായിരിക്കും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഈ AKGയുടെ ജന്മനാടാണ് കണ്ണൂർ. അപ്പോൾ അഴീക്കോടൻ മന്ദിരത്തിലെ AKG ഹാളിൻ്റെ ചുവരിലാണ് ഇത്രയും വലിയ ഒരു സ്റ്റെൻസിൽ ആർട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ച സമയമെടുത്ത് രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്ത് ഇരുമ്പ് പൈപ്പിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എൻ്റെ പ്രിയ സുഹൃത്ത് റികേഷ് കോഹ്ലിയും ഒരു 10-30ഓളം തൊഴിലാളികളെ ഇദ്ദേഹത്തിൻ്റെ ശ്രമപരായോടെ എത്തിച്ച് ഈ കാണുന്ന ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം വളരെ പെട്ടെന്ന് കാലാവസ്ഥ അനുകൂലമായി, എല്ലാം അനുകൂലമായതുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വലിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി മാറിയിട്ടുള്ളതും ഈ AKGൻ്റെ ഈ സ്റ്റെൻസിലാണ്. സന്തോഷം. ഏതായാലും ഇത്രയും വലിയ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇടുമ്പോൾ ചെറിയൊരു പാളിച്ച് വന്നു കഴിഞ്ഞാൽ ചിത്രം വികൃതമാവാം. പക്ഷെ വളരെ ശ്രദ്ധിച്ച് അത് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇത് നന്നായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഉണ്ണിക്കാനായോടൊപ്പം ഉണ്ടായിരുന്ന കലാകാരന്മാർ റികേഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. റികേഷ് ചേട്ടനും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 10-30 കലാകാരന്മാരും ചേർന്നാണ് ഇത്രയും വലിയൊരു, അതായത് ഒരാഴ്ച നീണ്ട രാവും പകലും നീണ്ട അധ്വാനമാണ് ഇത് അല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ മഴ, കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. രാത്രി ഉള്ള മഴ ഇതിനെ ബാധിക്കാതെ തരത്തിൽ മുന്നോട്ട് പോയതാണ്. ആ മഴ ചെറുങ്ങനെ മഴ മാറുമ്പോൾ നമ്മൾ മാറിയെന്ന്, പിന്നെ വീണ്ടും മഴ മാറിയപ്പോൾ വീണ്ടും അത്തരത്തിലാണ് ഈ വർക്ക് പൂർത്തീകരിച്ചത്. കാലാവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള വെല്ലുവിളികളൊന്നും പ്രത്യേകിച്ച് CPM-ന്റെ ഓഫീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഏശിയിട്ടില്ല. തീർച്ചയായും മഴയും കുറച്ച് ഞങ്ങളെ സഹായിച്ചു മാറിയെന്നുകൊണ്ട്. അപ്പോൾ അതൊരു വിനയാകാണ്ട് രക്ഷിച്ചു എന്നുള്ള പൂർത്തിയാക്കാൻ വേണ്ടി പറ്റി. എന്തായാലും വലിയൊരു ആകർഷണമായി ഇത് മാറി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് വലിയൊരു അധ്വാനമായിരുന്നു. വലിയ അധ്വാനമായിരുന്നു. ഇത്രയും വലിയ ചിത്രം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചിട്ട് ഇതൊരു ACP ആണ്. ACPക്കകത്ത് 2K പ്രൈമർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ മാറ്റ് PU പെയിൻറ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും കുറേ വർഷങ്ങളോളം നിലനിൽക്കാൻ ഒരുപാട് വർഷം നിലനിൽക്കുന്ന രീതിക്കൊക്കെയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെൻസിൽ ആർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സ്റ്റെൻസിൽ ആർട്ട് എന്ന് വെച്ചാൽ ഒരു കളർ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു മുഖം തെളിയിക്കുക എന്നുള്ളതാണ്. മറ്റൊരുപാട് കളറില്ല, ഒരു ബ്ലാക്ക് കളർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതലത്തിൽ ഇതിനെ ഒരു വ്യക്തിയുടെ രൂപം അതുപോലെ ചിത്രീകരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. ചെറിയൊരു പാളിച്ച വന്നാൽ അതൊരു വലിയൊരു മാറ്റം വരും മുഖത്ത്. അപ്പോൾ അത് ഭംഗിയായി ഇതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞൊരു അവസരം തന്ന നമ്മുടെ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറിയും അതുപോലെ നേതാക്കന്മാരോടൊക്കെ നന്ദി പറയുകയാണ്. പറഞ്ഞാൽ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി കൂടി മാറുകയാണ്. തീർച്ചയായും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. AKGയുടെ ജന്മനാട്ടിൽ ഇപ്പോൾ AKG മരിച്ചിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ AKGയുടെ ഓർമ്മകൾ ഈ അഴീക്കോടൻ മന്ദിരത്തിൽ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണുമ്പോൾ പുതിയ തലമുറ നമുക്കൊക്കെ ഒരു ഊർജ്ജം തന്നെയാണ് ഈ ചിത്രം. എന്തായാലും ഏറെ പണിപ്പെട്ട് തന്നെയാണ് ഈ പറയുന്ന ഇത്രയും വലിയ, ഏകദേശം ഒരു ഒരു 5-6 ആൾ പോരാ, 10 മീറ്റർ നീളത്തിലുള്ള ഈ ഒരു 30 അടിയിലുള്ള AKGയുടെ ഈ സ്റ്റെൻസിൽ ആർട്ട് പൂർത്തീകരിച്ചത്. അത് ഈ പറയുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി മാറുകയാണ്. AKG ഹാളാണ് ഇതിന് പുറകിലുള്ള ഈ ബിൽഡിങ്. ആ ബിൽഡിങ്ങിലാണ് ഇത്രയും വലിയ ഒരു കൂറ്റൻ AKGയുടെ സ്റ്റെൻസിൽ ആർട്ട് തയ്യാറാക്കിയത്. ഉണ്ണിക്കാനായുടെയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 10-30 കലാകാരന്മാരുടെയും രാവും പകലും നീണ്ട പ്രവർത്തനമാണ് ഈ സ്റ്റെൻസിൽ ആർട്ട് ഇത്രയും പെർഫെക്റ്റായി ഇവിടെ AKGയുടെ മുഖം ഇവിടെ തെളിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി ഈ AKGയുടെ സ്റ്റെൻസിൽ ആർട്ട് മാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഴ്ചിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.